ഹേയ്, അസ്സലാമു അലൈക്കും. ചില സമയത്തൊക്കെ നമ്മളുടെ മൈൻഡിന് തോന്നുന്ന ഒരു കാര്യമാണ്, അതായത് ഞാൻ അള്ളാഹുവിൽ നിന്ന് ഒരുപാട് അകലെയാണ്. ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്നില്ല. നിസ്കരിച്ചിട്ടും ഖുർആൻ ഓതിയിട്ടും ദിക്ർ ചൊല്ലിയിട്ടും അങ്ങനെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നമ്മളുടെ മനസ്സിന് എന്താ ഒരു എംപ്റ്റി ഫീലിംഗ്, ഒന്നും മനസ്സിന് അനുഭവിക്കാൻ കഴിയാത്തൊരവസ്ഥ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ദെൻ ദിസ് വീഡിയോ ഇസ് ഫോർ യു. ഫസ്റ്റിനെ നമ്മൾ മനസ്സിലാക്കണം, ഇറ്റ്സ് ഓക്കെ ടു ഫീൽ ലൈക്ക് ദിസ്. എപ്പോഴും നമ്മളുടെ ഈമാന് ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ അതിന് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. പക്ഷേ നമ്മൾ ഒരിക്കലും അതിൽ നിന്ന് പിന്മാറാൻ പാടില്ല. നമ്മൾ ഒരിക്കലും അത് വിട്ടുകൊടുക്കാൻ പാടില്ല. ഈവൻ നമുക്കിപ്പോൾ നിസ്കരിക്കുമ്പോഴൊക്കെ ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു ചെറിയൊരു സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിലും, ഇപ്പോൾ കുറച്ച് ആൾക്കാർ എന്നോട് കമൻസിൽ ചോദിക്കാറുണ്ട്, നിസ്കരിക്കുമ്പോഴൊന്നും ഒരു കോൺസെൻട്രേഷൻ, അതായത് ഒരു ഫോക്കസ് കിട്ടുന്നില്ല എന്ന്. പക്ഷെ നമ്മൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. നിസ്കരിക്കുമ്പോൾ നമ്മളുടെ ചിന്തകൾ മാക്സിമം വരാതെ നമ്മൾ നോക്കുക. സോ ഇതാണ് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ആൻഡ് റെസ്റ്റ് ഓഫ് ഓൾ അത് ഇവൻച്വലി നമ്മളിത് ചെയ്യുന്നതിനോടനുസരിച്ച് നമ്മളുടെ ആ ഒരു സമാധാനം, നമ്മളുടെ ഖുശൂ, നമ്മളുടെ കോൺസെൻട്രേഷൻ എല്ലാം വർദ്ധിക്കുന്നതായിട്ടും നമ്മൾക്ക് കാണാൻ പറ്റും. സോ നെവർ ഗിവ് അപ്പ് ട്രൈങ്. എപ്പോഴും നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, നോ മാറ്റർ വാട്ട്, നമ്മൾ ഒരിക്കലും അത് ചെയ്യുന്നത് നിർത്താൻ പാടില്ല. ബി കൺസിസ്റ്റൻറ്റ് ഈവൻ ഇഫ് യു ഡോണ്ട് ഫീൽ ഇറ്റ്. സോ നമ്മുടെ ഈമാൻ എപ്പോഴും നമ്മൾക്ക് മുറുകെ പിടിക്കാനുള്ള ഫസ്റ്റത്തെ ഒരു ടിപ്പാണിത്. നമ്മൾക്കെല്ലാവർക്കും അള്ളാഹുവിനോട് ആ ഒരു സ്പെഷ്യൽ കണക്ഷൻ, അള്ളാഹുവിനോട് ഒരുപാട് അടുക്കണം, ക്ലോസ് ആവണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ട് അല്ലേ? പക്ഷെ ഡീപ്പ് ഡൗൺ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്കത് തോന്നുന്നില്ല. പക്ഷെ അതിനർത്ഥം ഒരിക്കലും നിങ്ങളുടെ സ്നേഹം, നിങ്ങൾക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹം കുറഞ്ഞു പോയത് കൊണ്ടോ അല്ലെങ്കിൽ വിശ്വാസം കുറഞ്ഞു പോയത് കൊണ്ടോ ഒന്നുമല്ല. ചില ആൾക്കാർ ചിലപ്പോൾ അവർ ചെയ്തു പോയ തെറ്റ് ആലോചിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അവരത് ചെയ്തു പോയി എന്നുള്ള ഭയങ്കരമായ കുറ്റബോധം കാരണം അവർ പോലും അറിയാതെ അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്ന ചില ആൾക്കാരുണ്ട്. അവരോടാണ് നമ്മളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ആരാണോ താൻ ചെയ്തു പോയ തെറ്റിൽ റിപ്പൻറ്റ് ചെയ്യുന്നത്, അതായത് അള്ളാഹുവിനോട് പൊരുത്തം ചോദിക്കുന്നത്, അവൻ പിന്നെ ഒരു തെറ്റും ചെയ്യാത്ത പോലെയാണ്. ദ വൺ ഹൂ റിപ്പൻസ് ഇസ് ലൈക്ക് ദ വൺ ഹൂ നെവർ സിന്നഡ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അള്ളാഹു നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്. നമ്മൾ ഓരോരുത്തരും റിപ്പൻറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങുമ്പോൾ അള്ളാഹുവിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് മരുഭൂമിയിലുള്ള ഒരു വ്യക്തിയുടെ ഒട്ടകത്തെ കാണാതായപ്പോൾ പിന്നീട് ആ ഒരു ഒട്ടകത്തെ തിരിച്ചു കിട്ടുമ്പോഴുള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു ജോയ് ഉണ്ടല്ലോ, ആ ഒരു ത്രില്ലുണ്ടല്ലോ, ഇതേ ഫീലിംഗ് ആണ്. ഇറ്റ്സ് ലൈക്ക് ഇതിനെക്കാട്ടി കൂടുതലാണ് അള്ളാഹുവിനും ഫീൽ ചെയ്യുന്നത്. നോട്ട് ദ പോയിന്റ്, ഇത് ഹദീസിലുള്ളതാണ്. നമ്മളെല്ലാവരും വിചാരിക്കുന്നതിനെക്കാട്ടിയും പടച്ച റബ്ബ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മളിലുള്ള പലരും നമ്മളുടെ ലൈഫിലുള്ള കുറവുകളും വേദനകളും മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാണ്, വാട്ട് ഇഫ് ആ ഒരു കുറവുകളും ആ ഒരു വേദനകളും ഒക്കെ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ആയിരുന്നെങ്കിലോ? കേൾക്കുമ്പം കുറച്ച് അസാധാരണമായിട്ട് തോന്നിയേക്കാം, പക്ഷേ ഇറ്റ്സ് ട്രൂ. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം, നമ്മളിതൊരിക്കലും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പാടില്ല. അള്ളാഹുവിനെ നമ്മൾ വിഷമിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ വേദനിക്കുന്നതോ ഇഷ്ടമായത് കൊണ്ടല്ല നമ്മളുടെ പലരുടെയും ലൈഫിൽ ഇത് കടന്നു വരുന്നത്. മറിച്ച് നമ്മൾ അതിനൊരു വേറെ തരത്തിൽ ചിന്തിച്ചാൽ, മറ്റൊരു പെർസ്പെക്റ്റീവിൽ നമ്മൾ ചിന്തിച്ചാൽ, വൈ ഡോണ്ട് ഇറ്റ് ബി എ ഗിഫ്റ്റ്? ചിലപ്പോൾ ആ ഒരു പെയിൻ അല്ലെങ്കിൽ ആ ഒരു ലോസ്, ആ ഒരു നഷ്ടം നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന ഒരു വഴിയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നാണെങ്കിൽ, പിന്നെ അതിനെക്കാട്ടിയും വലിയൊരു ഗിഫ്റ്റായിട്ട് മറ്റെന്താണുള്ളത്? സോ ഇതുകൊണ്ടാണ് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അള്ളാഹുവിന് ഇഷ്ടമുള്ളവരെ അവൻ പരീക്ഷിക്കും. ആ ഒരു പരീക്ഷണം കാരണം നമ്മളുടെ ഹൃദയം ഒന്ന് സോഫ്റ്റ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് കാണാൻ പറ്റാത്തത് എന്തോ അള്ളാഹു കണ്ടത് കൊണ്ടായിരിക്കില്ലേ നമ്മൾക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടാവുക. സോ നമ്മൾക്ക് എല്ലാവർക്കും ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറം നമ്മുടെ റബ്ബിനറിയാം. സോ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെട്ടവരെ പോലെ ആവരുത്. നമ്മളെ വെയിറ്റ് ചെയ്യാൻ ഒരു റബ്ബുണ്ട്, നമുക്ക് അള്ളാഹു ഉണ്ട്. നമ്മളെല്ലാവരും വിചാരിക്കുന്നതിലപ്പുറം അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. ഓൾസോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്കെല്ലാവർക്കും അള്ളാഹുവിനോട് അടുക്കാൻ പറ്റട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.